ലോകത്തെ ഏതെങ്കിലും ഏകാധിപത്യ രാജ്യത്ത് ഇതുപോലെയുള്ള പ്രവണതകൾ കാണാനുണ്ടോ? ഭിന്നശേഷിയുടെ പേരിൽ 4 വർഷം അധ്യാപകരുടെ സാലറി തടഞ്ഞു വെക്കും. 4ാമത്തെ വർഷം ഇവർക്ക് സാലറി കൊടുക്കേണ്ടി വരും എന്നൊരു അന്തരീക്ഷം വന്നപ്പോൾ ഒരു പുതിയ നമ്പർ ഇരിക്കുന്നു, ഇവർക്ക് തെറ്റില്ല. ഇതൊരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. ഇങ്ങനെ ഈ നിലപാടായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഞങ്ങളെ കപ്പാസിറ്റിയുള്ള കേപ്പബിളായ തലമുറയാണ് ഈ അധ്യാപക സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭിന്നശേഷി വിഷയം മറ്റന്നാള് സുപ്രീം കോടതിയിൽ കേസുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ അധ്യാപകർക്ക് പ്രതികൂലമായ ഏതെങ്കിലും ഉത്തരവുണ്ടാകുകയാണെങ്കിൽ അതോടുകൂടി ഇനി ഒരു അധ്യാപകനും സ്കൂളിൽ പോയിട്ട് സൗജന്യമായി ഈ സർക്കാരിന് പൊതുവിദ്യാലയം സംരക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കുമെന്ന് ഈ സർക്കാർ വിചാരിക്കേണ്ട. ഞങ്ങൾ തെരുവിലിറങ്ങും. ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങും. ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങും. എന്തായാലും ഇവിടെ ഭിന്നശേഷി വിഷയത്തിലെ ഈ ഉത്തരവ് നമുക്കറിയാം, NSS ഉത്തരവ് മാത്രമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. NSS ഉത്തരവ് മാത്രമല്ല, അതിലൂടെ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന അധ്യാപകരുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കാനും സർക്കാരിന് ഈ 2 മാസം മാത്രമാണ് സമയമുള്ളത്. കൃത്യമായിട്ട് അതിൽ ഇടപെട്ടില്ലെങ്കിൽ, അതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അധ്യാപക സമൂഹമായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നീങ്ങുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അധിക തസ്തിക, ഈ അധിക തസ്തിക എന്ന് പറഞ്ഞാൽ സ്കൂളിലുള്ള തസ്തികയാണ്, ഇല്ലാത്ത തസ്തികയല്ല. കുട്ടികളുള്ളത് കൊണ്ട് നിയമിച്ച തസ്തികയാണ്. ആ തസ്തികയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടികൾ ആര് പഠിപ്പിക്കും? സർക്കാർ പറഞ്ഞാൽ മതി, ആ കുട്ടികളെ പഠിപ്പിക്കേണ്ട, കുട്ടികളെ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറന്തള്ളിക്കോ എന്ന് സർക്കാർ പ്രഖ്യാപിച്ചോട്ടെ. അല്ലാതെ ആ കുട്ടികളെ പഠിപ്പിക്കണം, അതിന് അധ്യാപകർ സ്കൂളിൽ പോയി പണിയെടുക്കണമെങ്കിൽ അധിക തസ്തികയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും സാലറി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങയുടെ ആശയസമ്പുഷ്ടമായ വാക്കുകൾക്ക് നന്ദി ശ്രീ ബിൻസിനെ കാട്ടൂർ. അടുത്തതായി